അപ്പോ കാപ്പിലറി റൈസ് ആണെങ്കിലും കാപ്പിലറി ഡിപ്രഷൻ ആണെങ്കിലും അവിടെ കാപ്പിലാരിറ്റി ഉണ്ട്. ഈ കാപ്പിലാരിറ്റി ഉണ്ടാകാൻ എന്താണ് കാരണം? അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പറയട്ടെ ഞാൻ. നിങ്ങള് ചില ബാങ്കിലൊക്കെ ചെല്ലുമ്പോ അല്ലെ, ബാങ്കിൽ പോയിണ്ടോ നിങ്ങള്? ബാങ്കിൽ പോകുമ്പോ അവിടെ നോട്ട് എണ്ണാനിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചില കടകളിലൊക്കെ നോട്ട് എണ്ണാനിരിക്കുന്ന ആൾക്കാർ ചിലപ്പോ നോട്ട് എണ്ണുമ്പോ കാണാം കൈ തൊട്ടടുത്തുള്ള ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിൽ ഒരു സ്പോഞ്ച് ഇട്ടുണ്ടാവും, എന്നിട്ട് അതിൽ മുക്കിയിട്ട് കാണാം ഇങ്ങനെ നോട്ട് എണ്ണം. കണ്ട? ചില ആൾക്കാർക്ക് ചിലപ്പോ ഇതുപോലെ പാത്രവും വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടാ, ബാങ്കിലല്ലാതെ ചില സ്ഥലങ്ങളില് ചിലപ്പോ നമ്മുടെ പരിസര പ്രദേശത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ അവര് സ്പോഞ്ചും വെള്ളമൊക്കെ എപ്പോഴും കയ്യില് സ്റ്റോക്കുള്ള സ്പോഞ്ചും വെള്ളം ഉണ്ട്, അതുമ്പോ മുക്കിയിട്ട് എന്ത് ചെയ്യും? വെള്ളമുണ്ട് ഇങ്ങനെയാണ്. എവിടെയാന്ന് മനസ്സിലായി അത്? എവിടെയാ? അതന്നെ. അമ്പോ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? അല്ലേ? അതങ്ങട് മുക്കിയിട്ട് നോട്ടങ്ങട് എണ്ണിയിട്ട് ആ കാശ തരുമ്പോ നമുക്കത് വേണ്ടാന്ന് പറയാൻ തോന്നും, പക്ഷെ നമ്മൾ മേടിക്കും. പൈസ അല്ലേ? അല്ലേ? പൈസ കാരണം നമ്മൾ പിന്നെ വേണ്ടാന്ന് പറയില്ല. ശരിയല്ലേ? നാവ് മുഴുവൻ അങ്ങോട്ട് പുറത്തേക്ക് ഇട്ടിട്ട് ഒറ്റ അമർത്തലാണ്, എന്നിട്ട് ഇങ്ങനെ 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 എണ്ണും. ഇതെന്തിനാ അത് അവരങ്ങനെ ചെയ്യണത്? അതന്നെ, പെട്ടെന്ന് നോട്ട് എണ്ണി കിട്ടാൻ. അതായത് ഈ കൈയിന്റെ വിരല് നനച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നോട്ട് എണ്ണാൻ പറ്റും എന്നാണ് ഇപ്പൊ ഇവിടെ ശ്രീഹരി പറയണത്. അതെ, അത് ശരിയാണ്, പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോ വിരല് മുക്കാതെ നമുക്ക് എണ്ണാൻ പറ്റില്ലേ? അങ്ങനെ പെട്ടെന്നാവില്ലേ? എന്താണ് പ്രശ്നം? എന്താണ് വിരല് മുക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം? ചിലപ്പോ 2 നോട്ടൊക്കെ ഒട്ടിപ്പിടിച്ചിങ്ങോട്ട് പോരും, അല്ലേ? കൈ നനച്ചിട്ടാണ് നമ്മൾ നോട്ട് എടുക്കുന്നതെങ്കിൽ നനച്ച കയ്യുമ്പോ 1 നോട്ട് മാത്രമേ ഇങ്ങോട്ട് പോരുള്ളൂ. അതാണ് നനച്ചാൽ, കൈ നനച്ചാൽ, വിരല് നനച്ചാലുള്ള മെച്ചത. വിരല് നനച്ചിട്ടാണ് നമ്മൾ നോട്ടും അങ്ങനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ നോട്ട് മാത്രമേ പോരുള്ളൂ, 2 നോട്ട് അത് പിടിക്കില്ല. അതാണ് അവരതിങ്ങനെ ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പോ വെള്ളത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. വെള്ളത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിരലുമ നനയ്ക്കുന്നു, നോട്ടുമ്മ വിരല് വയ്ക്കുന്നു, ഉടനെ തന്നെ വിരലുമേ നോട്ട് ഒട്ടിപ്പിടിക്കുന്നു, അല്ലേ? നമ്മൾ വെറുതെ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ചുമരുമ്പോ ഇങ്ങനെ പതിപ്പിച്ച് നിർത്തുക. കൈ ഇങ്ങോട്ട് എടുക്കുമ്പോ കടലാസ് എന്ത് ചെയ്യും? താഴത്തേക്ക് വീഴും. ശരിയല്ലേ? നേരെ മറിച്ച് ആ കടലാസ് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ പാത്രത്തില് വെള്ളത്തിൽ അതിങ്ങനെ മുക്കുക. മുക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ചുമരുമ്പോ ഇങ്ങനെ പതിപ്പിച്ച് വെക്കുകയെ, ഒട്ടിപ്പിടിക്കും. അപ്പോ വെള്ളത്തിന്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ നിങ്ങള്? കടലാസുമ്മ നനച്ച് അത് ചുമരുമ്പോ പതിപ്പിച്ചാൽ ആ കടലാസ് ചുമരുമ്പോ എന്ത് ചെയ്യും? ഒട്ടിപ്പിടിച്ചിരിക്കും. കുറെ കഴിഞ്ഞ് വെള്ളം വറ്റിയാൽ എന്താ സംഭവിക്കുക? ആ കടലാസ് താഴത്തേക്ക് വീഴും. ഇതറിയാ നിങ്ങക്ക്? ഇതാണ് വെള്ളത്തിന്റെ പ്രത്യേകത. ഇനി മെർക്കുറിയുടെ പ്രത്യേകത നോക്കുക. മെർക്കുറി എന്ന് പറയുന്നത് നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ചാൽ, ശ്രദ്ധിക്കേട്ടാ, കടലാസിൽ തന്നെ ഒഴിച്ചു മെർക്കുറി, എന്താ സംഭവിക്കാന്നറിയോ? മെർക്കുറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മെർക്കുറി ഇങ്ങനെ ഉരുണ്ടിട്ട് ഗോളാകൃതിയിൽ ഉരുണ്ട് കളിക്കും. ഉരുണ്ട് ഇങ്ങനെ കിടന്ന് അതിൽ കിടന്ന് ഇങ്ങനെ ഉരുളും കിടന്നിട്ട്. കടലാസമ്മ എത്ര നമ്മൾ ശ്രമിച്ചാൽ അത് ഒട്ടിപ്പിടിക്കില്ല. അല്ലെങ്കിൽ ഒരു പാത്രത്തിലെടുത്താൽ നിങ്ങൾ ഈ ചേമ്പിലേല് വെള്ളം വീണ് കഴിഞ്ഞാൽ കണ്ടിണ്ട? ബോള് പോലെ കിടന്ന് ഉരുളും, കണ്ടിണ്ട? അതാരാ ചേമ്പിലേല് വെള്ളം വീഴണത് കാണാത്തത്? ഇത്ര കാലമായിട്ടും കണ്ടിട്ടില്ലേ? ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തുട്ടാ നിങ്ങൾ കണ്ടത് ഇത്ര വയസ്സായിട്ട്?
ആ വെള്ളം ആ ചേമ്പിന്റെ ഇലയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ചേമ്പിന്റെ ഇലയിൽ വെള്ളം കിടന്ന് ഇങ്ങനെ വെള്ളിഗോളം പോയ കിടന്ന് ഇങ്ങനെ ഉരുളും. ചേമ്പിന്റെ ഇല എത്ര നനയ്ക്കാൻ ശ്രമിച്ചാലും നനയില്ല. നനയോ? ഇല്ല ഇല്ല. അതുപോലെയാണ് മെർക്കുറി. പക്ഷെ അതേ വെള്ളം നമ്മൾ പറഞ്ഞു പേപ്പറിൽ ഒഴിച്ചാൽ ഉടനെ തന്നെ പേപ്പറിൽ അത് പരന്നു. പേപ്പറിൽ ഒഴിച്ചാൽ പേപ്പറിൽ പരന്ന എല്ലാ ഭാഗത്തേക്ക് ആ വെള്ളം എത്തി. എന്നാൽ മെർക്കുറി അങ്ങനെയല്ല, പേപ്പറിൽ ഒഴിച്ചാൽ അത് പേപ്പറുമേ ഗോളം പോലെ ഇങ്ങനെ കിടന്നു ഉരുളും. അപ്പോ വെള്ളവും മെർക്കുറിയും തമ്മിലുള്ള വ്യത്യാസതാണ്. വെള്ളം എന്ന് പറയുന്നത് നമ്മൾ പേപ്പറിലോ തുണിയിലോ അല്ലെങ്കിൽ വേറെ ഏത് വസ്തുക്കളില്, ചേമ്പിന്റെ ഇലയിൽ ഒഴികെ, ചേമ്പിന്റെ ഇലയിൽ എന്താ പ്രത്യേകത? ചേമ്പിന്റെ ഇലയിൽ പുറമെ ഒരു എണ്ണമയുള്ള ഒരു ഭാഗമുണ്ട് പുറത്ത്, അതിന്റെ തൊലി അങ്ങനെയാണ്. ആ ഭാഗത്ത് വെള്ളം നല്ല എന്തൊഴിച്ചാലും അതുമ്മ പറ്റി പിടിക്കില്ല. പക്ഷെ ബാക്കി എല്ലാ വസ്തുക്കളിലും വെള്ളം നമ്മൾ ഒഴിച്ചു നോക്കൂ, വെള്ളം ആ വസ്തുക്കളുടെ തന്മാത്രകളുമായിട്ട് കൂടിച്ചേരും വെള്ളം. മനസ്സിലായ? അതേസമയം മെർക്കുറി അങ്ങനെയല്ല. വേറെ ഏതെങ്കിലും വസ്തുക്കളിൽ നമ്മൾ ഒഴിച്ചാൽ മെർക്കുറിയുടെ തന്മാത്രകൾ വേറെ ഒരു വസ്തുവിന്റെ തന്മാത്രയുമായിട്ട് കൂടിച്ചേരില്ല. മെർക്കുറിയുടെ തന്മാത്രകൾ എന്ത് ചെയ്യും? അവര് തമ്മിലാണ് ചേരുക. മനസ്സിലായ? അതായത് വെള്ളത്തുള്ളി കടലാസിൽ ഒഴിക്കേണ്ട താമസം അതെന്ത് സംഭവിക്കും? കടലാസിന്റെ തന്മാത്രകളുമായിട്ട് പറ്റിപ്പിടിക്കും. എന്നാൽ മെർക്കുറിയുടെ കണ്ട ഇങ്ങനെ നമ്മൾ കടലാസിൽ ഒഴിക്കേണ്ട താമസം മെർക്കുറിയുടെ തന്നെ തന്മാത്രകളുമായിട്ട് മാത്രമേ പറ്റിപ്പിടിക്കത്തുള്ളൂ. മെർക്കുറിയുടെ തന്മാത്രകളായിട്ട് മാത്രമേ ആഗിരണം, അതായത് പരസ്പരം ബന്ധം ഉണ്ടാകുള്ളൂ എന്നാ പറയുന്നത്. മനസ്സിലായ? അതാണ് മെർക്കുറിയും വെള്ളവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ വെള്ളം ഒഴിച്ച കുഴലിൽ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് കയറുന്നു. മെർക്കുറി അതേസമയം മുകളിലേക്ക് കയറുന്നില്ല. അതിൻ്റെ ഒരു കാരണം ഇതിൽ നിന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെള്ളത്തിന്റെ തന്മാത്രകളുടെ പ്രത്യേകത. വെള്ളത്തിന്റെ തന്മാത്രകൾക്ക് അതിൻ്റെ തന്നെ തന്മാത്രകളെക്കാൾ താല്പര്യം മറ്റു വസ്തുക്കളുടെ തന്മാത്രകളോടാണ്. വെള്ളത്തിന്റെ തന്മാത്രകൾ അതിൻ്റെ തന്നെ തന്മാത്രകളോട് ചേരുന്നതിനേക്കാൾ കൂടുതൽ ചേരുന്നത് മറ്റു വസ്തുക്കളുടെ തന്മാത്രകളോടാണ്. എന്നാൽ മെർക്കുറിക്ക് അങ്ങനെയല്ല. മെർക്കുറിക്ക് എന്താ പ്രത്യേകത? മെർക്കുറി അത് അതിൻ്റെ തന്മാത്രകളോടാണ് കൂടുതൽ അതിന് താല്പര്യം. വെള്ളത്തിന്റെ തന്മാത്രകൾക്ക് അതിന്റെ തന്മാത്രകളെക്കാൾ കൂടുതൽ താല്പര്യം ആരോടാ? മറ്റു വസ്തുക്കളുടെ തന്മാത്രകളോട്. മനസ്സിലായ? മോളിക്യൂൾസ്, വാട്ടർ മോളിക്യൂൾസിന്റെ പ്രത്യേകത, വാട്ടർ മോളിക്യൂൾസിന് മറ്റ് വസ്തുക്കളുടെ മോളിക്യൂൾസിനോടാണ് താല്പര്യമെങ്കിൽ മെർക്കുറി അങ്ങനെയല്ല. മെർക്കുറിയുടെ മോളിക്യൂൾസിനോടാണ്. അതായത് മെർക്കുറിയുടെ മുൻപിൽ നമ്മൾ കുറച്ച് വേറെ വസ്തുക്കളുടെ മോളിക്യൂൾസ് കൊടുത്താൽ മെർക്കുറിയുടെ മോളിക്യൂൾസ് മൈൻഡ് ചെയ്യില്ലാണ്. അത് അതിന്റെ തന്നെ മോളിക്യൂൾസിനോട് കൂടിച്ചേർന്ന് ഞാൻ പോയില്ലാട്ടാ, നിങ്ങളെ വിട്ടിട്ട് പോയില്ലാട്ടാന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ തന്നെ നിൽക്കുള്ളൂ. അതേസമയം വെള്ളത്തിന്റെ മോളിക്യൂൾസിന്റെ അടുത്ത് വേറെ ഏതെങ്കിലും വസ്തുക്കളുടെ മോളിക്യൂൾസ് കൊണ്ടുപോയി വെച്ചാൽ ഉടനടിയെ വെള്ളത്തിന്റെ മോളിക്യൂൾസ് അതിന്റെ കൂടെ പോകും. ആരാ നല്ല സ്വഭാവം? ആരെയും നിങ്ങൾക്ക് ഇഷ്ടായത്? മെർക്കുറിയാണോ വെള്ളമാണോ? മെർക്കുറി. നോക്കാം നമുക്ക് എന്താ സംഭവം എന്നുള്ളത്. അതിന് മെർക്കുറിനെ ഇഷ്ടമുള്ള കാരണം വേഗം പറയും, നേരില്ല. എന്താ മെർക്കുറിനെ ഇഷ്ടമുള്ള കാരണം പറയൂ.
എന്താ മിണ്ടാത്തെ? ഇത്ര നേരം ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവണില്ല. എന്തെന്നാ വെള്ളത്തിന് വെറുക്കാനുള്ള കാരണം പറയൂ. എന്താ മിണ്ടാത്തെ? എന്താ മെർക്കുറി ഇഷ്ടപ്പെടാനുള്ള കാരണം? എന്തുകൊണ്ട് വെള്ളത്തിനെ വെറുക്കുന്നു? ഇത്ര നേരം ഞാൻ പറഞ്ഞപ്പോ മറന്നാ? ആരുമില്ലേ പറയാൻ? എന്തത്? അഭിനവ്. അഭിനവില്ലേ? അഭിനവ് KS. എന്നാ പറയൂ, എന്താണ് വെള്ളത്തിന്റെ പ്രത്യേകത? വെള്ളം മറ്റുള്ള വസ്തുക്കളുടെ തന്മാത്രയോടൊപ്പം വേഗം ജോയിന്റ് ആവും അല്ലേ? വേഗം അതന്നെ. എന്താണ് മെർക്കുറിയുടെ പ്രത്യേകത? മെർക്കുറിയുടെ പ്രത്യേകത അത് അതിന്റെ തന്നെ, അതായത് മെർക്കുറിക്ക് മെർക്കുറിയുടെ തന്നെ തന്മാത്രകളോടാണ് ഇഷ്ടം. എന്നാൽ വെള്ളത്തിനോ വേറെ തന്മാത്രകളോടാണ് ഇഷ്ടം. വെള്ളത്തിന്റെ പ്രത്യേകത എന്താ? അതിന്റെ തന്നെ വേറെ തന്മാത്രകളോടാണ് ഇഷ്ടം. എന്നാൽ മെർക്കുറിക്കോ അതിന്റെ തന്നെ തന്മാത്രകളോടാണ് ഇഷ്ടം. മെർക്കുറിയുടെ പ്രത്യേകത എന്താ? അദസീവ് ഫോഴ്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. എന്താ? അദസീവ്. വെള്ളത്തിന്റെ കഥയാണ് കേട്ടാ. എന്താണ് അദസീവ്? അദസീവ് അല്ലെങ്കിൽ എന്താ പറയാ, അഡ്ഹീഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അഡ്ഹീഷൻ ഫോഴ്സ്. അപ്പോൾ മെർക്കുറിയുടെ പ്രത്യേകത എന്താ? മെർക്കുറിയുടെ പ്രത്യേകത കോഹസീവ് ഫോഴ്സ്. കോഹസീവ് ഫോഴ്സ്. എന്താ? കോഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കോഹിഷൻ ബലം. കോഹസീവ്. മെർക്കുറിയുടെ പ്രത്യേകത കോഹസീവ്. വെള്ളത്തിന്റെ പ്രത്യേകത അദസീവ്. മലയാളം ഞാൻ പറഞ്ഞുതരാം ഇതേട്ടാ. മെർക്കുറിയുടെ പ്രത്യേകത ഇതേട്ടാ. മലയാളം പറയട്ടെ. കോഹിഷൻ. എന്താണ് മലയാളം? കോഹിഷൻ. കോഹിഷൻ. മലയാളം ഇല്ലാന്ന് മനസ്സിലായില്ലേ ഇതിന്? കോഹിഷൻ ബലം. കോഹിഷൻ ബലം. ഇതിനെ പറയുന്ന പേര് അഡ്ഹീഷൻ ബലം. അദസീവ് എന്നുള്ളത് അഡ്ഹീഷൻ എന്നാണ് ഇവിടെ ഉള്ളത്. കോഹസീവ് എന്നുള്ളത് കോഹിഷൻ. ഏതൊക്കെയാ? അഡ്ഹീഷനും കോഹിഷനും. എന്താണ് സ്പർശ നേരം വൈകിയ? എന്തു പറ്റി? എനിക്ക് നേരം വൈകിയ? അപ്പൊ നോക്കുക, എന്താണ് അദസീവ് ഫോഴ്സും കോഹസീവ് ഫോഴ്സും. ഏതാ രണ്ടുതരം ഫോഴ്സ്? കോഹസീവും. അതായത് വെള്ളം ഒരു ചെറിയ പൈപ്പ് കണ്ടാൽ അതിലൂടെ കയറി മുകളിലേക്ക് പോവാ. കാരണം വെള്ളത്തിന് അതിന്റെ തന്മാത്രകളോട് ഭയങ്കര ഇഷ്ടമാണ് പൈപ്പിന്റെ. അപ്പൊ ആ പൈപ്പിന്റെ തന്മാത്രകളോട് ഇങ്ങനെ പിടിച്ച് കയറി പോകും. അതിന് കാരണം അതിന്റെ ഈ സ്വഭാവം. ഏത് സ്വഭാവം? അഡ്ഹീഷൻ ബലം അഥവാ അദസീവ് ഫോഴ്സ് കൂടുതലാണ്. വെള്ളത്തിന്റെ തന്മാത്രകൾക്ക് എന്ത് കൂടുതലാ? എന്നാൽ ശ്രദ്ധിക്കുക, മെർക്കുറി അങ്ങനെയല്ല. ഒരു പൈപ്പ് കണ്ടാൽ ഞങ്ങളില്ലാട്ടാന്ന് പറഞ്ഞ് താഴത്തേക്ക് ഒന്നും കൂടി ഇരിക്കും. എന്താ കാരണം? മെർക്കുറിക്ക് മെർക്കുറിയുടെ തന്നെ ഇതിനോടാണ് താല്പര്യം. അത് കോഹസീവ് ഫോഴ്സ് ആണ്. എന്താ കാരണം? കോഹസീവ് ഫോഴ്സ്. അപ്പോ അഡ്ഹീഷൻ ഫോഴ്സ് അഥവാ അഡ്ഹീഷൻ ബലം കൂടുതലുള്ള പദാർത്ഥങ്ങൾ എന്ത് ചെയ്യും? ഉയർന്നു പോകും. അവയ്ക്ക് കേശിക ഉയർച്ച അഥവാ എന്താ കാപ്പിലറി റൈസ് എന്ന് പറയുന്ന സംഗതി അവരിലുണ്ടാവും. എന്നാൽ കോഹസീവ് ഫോഴ്സ് ആണ് കൂടുതൽ ഒരു ദ്രാവകത്തിനെങ്കിൽ അവ എന്താ കാണിക്കുക?
കാപ്പിലറി ഡിപ്രഷൻ അഥവാ കേശിക താഴ്ചയാണ് അവയിലുണ്ടാവുക എന്നാ പറയാ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു കേശിക ഉയർച്ച കൂടുതലുണ്ടാവുക കനം കുറഞ്ഞ പൈപ്പിലാണെന്ന് പറഞ്ഞു അല്ലെ. കേശിക ഉയർച്ച കൂടുതലുണ്ടാവുക ഏതിലാ? കനം കുറഞ്ഞ പൈപ്പ് അഥവാ ഡയാമീറ്റർ അഥവാ വ്യാസം കുറഞ്ഞതില്. അപ്പോ എന്തുകൊണ്ടാണ് വ്യാസം കുറഞ്ഞതില് ഉയർച്ച കൂടുന്നത് എന്ന് ചോദിച്ചാൽ എന്ന് മറുപടി പറയും നിങ്ങൾ? എന്താ എന്ത് കുറവ്? കനം കുറഞ്ഞതില് കൂടുതൽ വെള്ളം മുകളിലേക്ക് ഉയരുന്നു, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു അഭിപ്രായം പറയും? നിങ്ങളുടെ അഭിപ്രായം ആണ് കേൾക്കേണ്ടത്. വേഗം പറയും. അഭിപ്രായം ഒന്നുമില്ല, ഞാൻ തന്നെ പറഞ്ഞാൽ മതിയാ. ഞാൻ ചോദിക്കാം, നിങ്ങൾ തന്നെ പറയണ്ട, ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. നോക്കിയേ, വണ്ണം കൂടിയ പൈപ്പിലാണോ വണ്ണം കുറഞ്ഞ പൈപ്പിലാണോ കൂടുതൽ വെള്ളം കൊള്ളുക? വണ്ണം കൂടിയതിലാണ് കൂടുതൽ. അപ്പൊ വണ്ണം കുറഞ്ഞതിൽ വെള്ളത്തിന്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും, ശരിയല്ലേ? അപ്പൊ ഞാൻ ചോദിക്കണത്, അപ്പൊ ഏത് പൈപ്പിലെ വെള്ളത്തിനായിരിക്കും ഭാരം കൂടുതൽ ഉണ്ടാവുക? വെള്ളം കൂടിയതില് ഭാരം കൂടും. വണ്ണം കുറഞ്ഞതിൽ എന്ത് കുറയും? ഭാരം കുറയും. ഭാരം എന്ന് പറഞ്ഞ വെയിറ്റ് കുറയും. അപ്പോ കൂടുതൽ ഉയരത്തിൽ കയറി പോവുക വെയിറ്റ് കുറഞ്ഞതാണോ വെയിറ്റ് കൂടിയതാണോ? അല്ലേ? അപ്പോ എന്താണ് കുഴലിന്റെ വണ്ണം കുറയും തോറും വെള്ളം മുകളിലോട്ട് കയറി പോവാനുള്ള കാരണം എന്ന് ഇനി പറയാൻ പറ്റുമോ? വെയിറ്റ് കുറവായ കാരണം. അതന്നെ, അത്രേ ഉള്ളൂ. വെയിറ്റ് കുറവായ കാരണം കൊണ്ട് വെള്ളം എന്ത് ചെയ്യും? പെട്ടെന്ന് പിടിച്ച് കയറി പോവും. കേൾക്കണ്ട? അപ്പോ ഈ അഡ്ഹസീവ് ഫോഴ്സും കോഹസീവ് ഫോഴ്സും ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുംട്ടാ. നിങ്ങള് ഇപ്പോ ഒരു കിണറ്റിലേക്ക് നിങ്ങൾ നോക്കിയാൽ, നിങ്ങളുടെ വീട്ടിലെ കിണറില്ലേ, കിണറ്റിലേക്ക് നോക്കിയാൽ കാണാം, കിണറ്റിലിങ്ങനെ വെള്ളത്തിലൂടെ ചില പ്രാണികൾ ഇങ്ങനെ നടന്നു പോണത് കാണാം, വെള്ളത്തിന്റെ മീതെ കൂടെ അല്ലേ? ഇനി നിങ്ങള് അതല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമ്മുടെ ഈ ബ്ലേഡ് ശ്രദ്ധിക്കും. പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ബ്ലേഡ് നമ്മൾ അതില് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. ഈ ബ്ലേഡ് ഇങ്ങനെ ശ്രദ്ധിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോ കാണാം അത് വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും. നമ്മൾ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാം ബ്ലേഡ് കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് ഈ ബ്ലേഡ് ഇങ്ങനെ കിടക്കുന്നത് കുറച്ച് താന്നിട്ടും അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വെള്ളം ഇങ്ങനെ കുറച്ചിങ്ങനെ പൊന്തിയിട്ടാവും നിൽക്കുന്നുണ്ടാവും. കണ്ടാ? അതേപോലെ പ്രാണി വെള്ളത്തിൽ നടക്കുമ്പോൾ ആ വെള്ളം ആ ഭാഗം കാല് വെക്കുന്ന ഭാഗം ഒന്ന് ചെറുതായിട്ട് താവും. അപ്പൊ നോക്കുക, ആ താവുമ്പോ നമുക്ക് ശരിക്കും വെള്ളത്തിന്റെ മുകൾ ഭാഗം ഒരു പാട പോലെ ആണ് കാണപ്പെടുക. പാട എന്ന് പറഞ്ഞാൽ ഈ കഞ്ഞിവെള്ളമൊക്കെ കണ്ടിട്ടുണ്ടാകും. കുറച്ചു നേരം കഴിയുമ്പോൾ അങ്ങനെ കട്ടയുമ്പോ അല്ലെങ്കിൽ പാല് കാച്ചിട്ട് കുറച്ചു നേരം വെക്കുമ്പോ ഒരു പാട പോലെ. അപ്പൊ നമ്മൾ തൊടുമ്പോ കാണാ കയ്യുമ്പോ നനയില്ല, അങ്ങനെ ആ പാടയമ തട്ടും. മനസ്സിലായ? അങ്ങനെ ഒരു പാട പോലെ, അതേപോലെ ഒരു പാട പോലെ വെള്ളം നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ പാട പോലെ നിൽക്കാൻ എന്താണ് കാരണം? അത് വെള്ളത്തിന്റെ ഒരു പ്രത്യേകതയാണത്. അതായത് വെള്ളത്തിന്റെ എന്ന് പറഞ്ഞാൽ മിക്ക ദ്രാവകങ്ങൾക്കും ഉണ്ട് ആ പ്രത്യേകത. ആ പ്രത്യേകത കൂടുതലുള്ളത് മെർക്കുറി പോലുള്ള ദ്രാവകങ്ങളിലാണ്. പക്ഷെ വെള്ളത്തിനും ഉണ്ട് ആ പ്രത്യേകത. പക്ഷെ മെർക്കുറിയുടെ അത്രയ്ക്ക് ഇല്ല എന്ന് മാത്രം. എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ശ്രദ്ധിക്കുക, വെള്ളം നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ മോളിക്യൂൾസ് ആണ് ഇപ്പൊ ഞാൻ ഈ വരച്ചുള്ളത് കേട്ടാ. ഇവ പരസ്പരം ഇങ്ങനെ കൈകോർത്ത് പിടിച്ച് നിൽക്കുന്നത് പോലെയാണ്, പരസ്പരം ഇങ്ങനെ ബന്ധിച്ച് നിൽക്കും. ചിലയിടത്തിൽ ഇങ്ങനെ ആൾക്കൂട്ടത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ കൈ ഇങ്ങനെ പുറത്തിങ്ങനെ നിൽക്കില്ലേ, ഇങ്ങനെ ആൾക്കാരെങ്ങനെ കടത്തി വിടാതിരിക്കാൻ വേണ്ടി. അപ്പോ ഈ ആ കൈ പുറത്ത് പിടിച്ച് നിൽക്കുന്ന ആൾക്കാരിങ്ങനെ ഒരു കയറ് പോലെ ഇങ്ങനെ നിൽക്കും. അപ്പൊ ബാക്കിൽ നിന്ന് തിരക്ക് വന്നാൽ ഇവരിങ്ങനെ മുന്നിലോട്ട് ഇങ്ങനെ വരും, എന്നിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ പോകും. കൈ വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് കെട്ടിമറിഞ്ഞ അവിടെ ചിലപ്പോൾ വീഴുണ്ടാ. അപ്പോ ഒരു ഫോഴ്സ്, ഒരു ബലം മുകളില്. അപ്പോ ഈ മുകളിലുള്ള തന്മാത്രകൾ നോക്കട്ടെ, മുകളിലുള്ള തന്മാത്രകൾ മാത്രം ഞാനിങ്ങനെ വരയ്ക്കാം. ഇതിപ്പോ അടിയിലുള്ള തന്മാത്രയാണ് പരസ്പരം കൈ കോർത്ത് പിടിക്കുക. പക്ഷെ മുകളിലുള്ള തന്മാത്രകള് കൈ കോർക്കുമ്പോ അത് ഇങ്ങനെ നിൽക്കും, കണ്ടാ? ഇങ്ങനെ നിൽക്കുമ്പോ എന്താ സംഭവിക്കുക? ഒരു വലിച്ചിൽ കാണാം. ഇവ തമ്മിൽ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോ ഒരു റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ നിൽക്കും മുകൾ ഭാഗം. മനസ്സിലായ? അങ്ങനെ ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്ന അവസ്ഥ വെള്ളത്തിലുണ്ട്. ഒരു പാത്രത്തില് കിണറ്റിലൊക്കെ വെള്ളം ഇങ്ങനെ പരന്നിങ്ങനെ കിടക്കുമ്പോൾ അതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു പാട പോലെ നിൽക്കും. അപ്പൊ ആ പാട പോലെ നിൽക്കുമ്പോൾ അതിനൊരു ഇലാസ്റ്റികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളം, ഇനിയിപ്പോ കടലിൽ തന്നെയാണെങ്കിൽ നിങ്ങൾ പോയി മുമ്പ് നോക്കിയോളൂ, തിരമാല ഇങ്ങനെ വരുമ്പോ വെള്ളം ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വരും, സ്പ്രേ ആവില്ല ചെയ്യും, എങ്ങനെ ഒരുമിച്ചാണ് വരിക, ശരിയല്ലേ? പിന്നെ കടലില് നമ്മൾ ദൂരേക്ക് നോക്കുമ്പോ വെള്ളം ഇങ്ങനെ ഇളകുമ്പോ ഇങ്ങനെ ഇളകുക ചെയ്യുക, ഇങ്ങനെ ഒരുമിച്ച്, ശരിയല്ലേ? അപ്പൊ അവിടെയൊക്കെ നമുക്ക് കാണാം ഒരു പാട പോലത്തെ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ പറയാ സർഫേസ് ടെൻഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. എന്താ അതിനെ പറയുന്ന പേര്? സർഫേസ് ടെൻഷൻ അഥവാ പ്രതലബലം. സർഫേസ് ടെൻഷൻ അഥവാ എന്താ പറയാ നമ്മള്? പ്രതല ബലം. എന്താ ഇതിനെ പറയുന്ന പേര്? പ്രതലബലം അഥവാ സർഫേസ് ടെൻഷൻ. അപ്പോ ഈ സർഫേസ് ടെൻഷൻ തന്മാത്രകൾ തമ്മിലുള്ള അടുപ്പം മൂലമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സർഫേസ് ടെൻഷൻ, കേട്ടാ? അത് വെള്ളം ഒരുപാട് പാത്രത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കിടക്കുമ്പോഴാണ് വെള്ളത്തിന് ആ പ്രത്യേകത ഉണ്ടാവുന്നത്. എന്നാൽ അതേ വെള്ളത്തിൽ ഒരു പൈപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈപ്പിന്റെ ഉള്ളിലൂടെ വെള്ളം മുകളിലോട്ട് കയറും. അതിനെന്താ കാരണം ചോദിച്ചാൽ അത് നമ്മൾ പറയും അഡ്ഹീഷൻ ഫോഴ്സ് അഥവാ അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയും നമ്മള്. അഡ്ഹീഷൻ ബലം, അഡ്ഹീഷൻ ബലം അഥവാ അഡ്ഹസീവ് ഫോഴ്സ്. മനസ്സിലായ? അപ്പോ നമ്മൾ ദ്രാവകത്തിന്റെ രണ്ട് പ്രത്യേകതകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു. രണ്ട് പ്രത്യേകതകൾ എന്തൊക്കെയാ? ഒന്ന്, ദ്രാവകത്തിലെ തന്മാത്രകൾ തമ്മിലുള്ള ബന്ധം രണ്ട് തരത്തിലുണ്ടാവാം. തന്മാത്രകൾ തമ്മിൽ വളരെ ഉയർന്ന ബന്ധമുണ്ടാവുക, അപ്പൊ അതിനെ പറയും കോഹസീവ് ഫോഴ്സ് അഥവാ കോഹിഷൻ ബലം. എന്നാൽ ഒരു ദ്രാവകത്തിലെ തന്മാത്രകൾക്ക് അതിൻ്റെ തന്നെ തന്മാത്രകളോടുള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം മറ്റു ദ്രാവകങ്ങളുടെ തന്മാത്രകളോടുണ്ടാവുക, മറ്റു പദാർത്ഥങ്ങളുടെ തന്മാത്രകളോട്. ദ്രാവകമല്ല, തന്മാത്രകൾ. അപ്പൊ അതിനെ പറയുന്ന പേരെന്താ? അത് എന്താ പറയാ നമ്മൾ? അഡ്ഹസീവ് ഫോഴ്സ്, അഡ്ഹീഷൻ ഫോഴ്സ്. അപ്പോ അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലുള്ള തന്മാത്രകള് അല്ലെ, അതിൽ നമ്മളൊരു പൈപ്പ്, ചെറിയ വണ്ണം കുറഞ്ഞ പൈപ്പ് ഇട്ടാൽ അതിൽ ഈ തന്മാത്രകൾ ഇങ്ങനെ പിടിച്ച് മുകളിലോട്ട് കയറിപ്പോവും. അപ്പോ അതിനെന്താ ഒരു പേര്? അതിനൊരു പേരുണ്ട്. എന്താ അതിനെ പറയുന്ന പേര്? കേശിക ഉയർച്ച. എന്താ ഇതിനെ പറയുന്ന പേര്? കേശിക ഉയർച്ച, കാപ്പിലറി റൈസ്. അത് തന്നെ പൈപ്പിന്റെ വണ്ണം കുറയും തോറും കാപ്പിലറി റൈസ് കൂടും. എന്താ കാരണം ചോദിച്ചാൽ വണ്ണം കുറയുമ്പോൾ ഭാരം കുറയുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഉയർന്നു പോകുന്നു, അല്ലെ? ഇനിയോ ഇനി അതേ സമയം കോഹിഷൻ ഫോഴ്സ് കൂടുതലുള്ള ദ്രാവകത്തിലാണ് ഈ പൈപ്പ് ഇട്ടത് എങ്കിൽ എന്ത് ചെയ്യും? അത് ഉയരല്ല ചെയ്യുക, പകരം എന്ത് ചെയ്യും? താഴ്ന്നു പോകും. അപ്പൊ താഴ്ന്നു പോകുന്നതിന് കാരണം എന്ത് ചോദിച്ചാൽ അത് നമ്മൾ പറയാം അത് കോഹിഷൻ ഫോഴ്സ് ആണ്. കാരണം അവിടെ കോഹിഷൻ ഫോഴ്സ് ആണ്. തന്മാത്രകൾക്ക്
ആ പദാർത്ഥത്തിന്റെ അല്ലെങ്കിൽ ആ ലിക്വിഡിന്റെ തന്മാത്രകൾക്ക് അതിന്റെ തന്നെ തന്മാത്രകളോടാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അവ എന്ത് ചെയ്യുന്നു, വേറെ പൈപ്പിന്റെ തന്മാത്രകളോട് പിടിക്കാതെ താഴ്ന്നു കിടക്കുന്നു. ഇനി കോഹിഷൻ ഫോഴ്സ് കൂടുതലുള്ള തന്മാത്രകളിൽ അല്ലെങ്കിൽ കോഹിഷൻ ഫോഴ്സ് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് സർഫേസ് ടെൻഷൻ. എന്താ സർഫേസ് ടെൻഷൻ? ഒരു ലിക്വിഡിന്റെ തന്മാത്രകൾ പരസ്പരം വളരെ വലിയ ആകർഷണത്തിലാണ് ഉണ്ടായിരിക്കുക. ഈ ആകർഷണം ഏറ്റവും മുകളിലുള്ള തന്മാത്രകളില് പരസ്പരം ആ ആകർഷണം അവ തമ്മിലുണ്ടാകുമ്പോൾ അതൊരു പാട പോലെ പ്രവർത്തിക്കും. ഒരു പാട പോലെ. എന്തുപോലെ എന്നാ പറയാം നമ്മള്? ഒരു പാട പോലെ. അങ്ങനെ പറയാം നമ്മൾ. ഒരു പാട പോലെ, അല്ലെങ്കിൽ എന്താ പറയാ നമ്മളതിനെ? പാടയ്ക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ നമ്മള്? നോക്കാം നമുക്ക്. അതിന്റെ ദ്രാവകത്തിന്റെ ഉപരിതലത്തിലുള്ള തന്മാത്രകള് താഴത്തുള്ള തന്മാത്രകളെക്കാൾ എന്താണ് കൂടുതൽ ബന്ധം തമ്മിൽ എന്താ പറയുന്നത്? കൈ കോർത്ത് പിടിച്ചിരിക്കുന്ന പോലെ കൂടുതൽ ബന്ധം. അപ്പൊ അതിന് കാരണം കോഹിഷൻ ഫോഴ്സ് ആണ്. അവിടെ കോഹിഷൻ ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പൊ ഇതൊരു പാട പോലെ, ഒരു ഇലാസ്റ്റിക് പോലെ നിൽക്കും. മനസ്സിലായോ? അതിനെ പറയുന്ന പേരാണ് പ്രതലബലം, അഥവാ എന്താ പറയുക നമ്മള്? സർഫേസ് ടെൻഷൻ. ഇത്രയും പറഞ്ഞു മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ മാഷ് നമ്മളിത് പാഠം അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടാ. ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാഠം അവസാനിച്ചു. വേറൊന്നുമല്ല, നിങ്ങള് ഇപ്പൊ ഈ മഴക്കാലത്ത് ചിലപ്പോ മഴ പെയ്യുമ്പോ അതിന്റെ വെള്ളം അല്ലെ, ശീതലടിക്കുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിലെ ജനലിന്റെ ചില്ലുമ്മ ചിലപ്പോ ഈ വെള്ളം വന്നിട്ട് തട്ടാറില്ലേ? അങ്ങനെ വെള്ളം വന്ന് തട്ടുമ്പോൾ അത് ചില്ലുമ്മ കൂടെ താഴത്തേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങും. അങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാട്ടാ. ഒലിച്ചിറങ്ങുമ്പോ കാണാം ചില വെള്ളത്തുള്ളികള് ഇങ്ങനെ ഇറങ്ങുക, പതുക്കെയാണ് ഇറങ്ങുക. പതുക്കെ ഇങ്ങനെ ഇറങ്ങും. അതായത് നിങ്ങളൊരു ചില്ല് ഇങ്ങനെ ചെരിച്ചു വെക്കുക, കേട്ടാ. എന്നിട്ട് അതിന്റെ അടിയിൽ ഒരു കട്ട വെച്ചിട്ട് നമ്മളിങ്ങനെ ചില്ല് ചെരിച്ചു വെച്ചാണ്. എന്നിട്ട് ശ്രദ്ധിക്കുക, ഇവിടെ ഒരു വെള്ളത്തുള്ളി ഒറ്റിക്കുക. ഒരു ഫില്ലർ എടുത്തിട്ട് ഒരു വെള്ളത്തുള്ളി ഒറ്റിക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂണിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇവിടെ ഒറ്റിക്കുക. പിന്നെ ഒരു സ്പൂണിൽ കുറച്ച് തേൻ എടുത്തിട്ട് ഒറ്റിക്കുക. തേൻ ശ്രദ്ധിക്കേട്ടാ. പിന്നെ ഒരു ഇത്തിരി മണ്ണെണ്ണ എടുത്തിട്ട് ഒറ്റിക്കുക. അപ്പൊ ചെരിച്ചിട്ടാണ് ഈ ഗ്ലാസ് വെച്ചുള്ളത്. അപ്പൊ ചെരിച്ചു വെച്ച കാരണം കൊണ്ട് ഇവിടെ ഒറ്റിക്കുമ്പോൾ ഇത് താഴത്തേക്ക് വീഴണ്ടേ. അതായത് എന്തൊക്കെയാണ്? എന്തൊക്കെ ഒറ്റിച്ചത്? തേൻ, വെള്ളം, മണ്ണെണ്ണ, കെരോസിൻ. അപ്പൊ ഇത് മൂന്നും താഴത്തേക്ക് വീഴണം. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഏറ്റവും വേഗത്തിൽ താഴേക്ക് വീഴുന്നത് ഏതായിരിക്കും എന്ന് പറയാൻ പറ്റും? ഏതാ? മണ്ണെണ്ണ, കെറോസിൻ. ഇതാണ് ഏറ്റവും താഴത്തേക്ക് വരിക. വെള്ളമല്ലാട്ടാ, അത് ചെയ്തു നോക്കിയാൽ തന്നെ അറിയുള്ളൂ. മണ്ണെണ്ണയാണ് ഏറ്റവും വേഗത്തിൽ താഴത്തേക്ക് വരിക. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ആർക്കായിരിക്കും? വെള്ളം. തേർഡ് ആണത്ര ആര്? തേൻ അല്ലേ? ഹണി. തേൻ എന്ന് പറയുന്നത് തേർഡ് എന്ന് പറയുമ്പോ തേൻ ചിലപ്പോ ആ ഒറ്റിച്ച സ്ഥലത്ത് നിന്ന് ഇളകണമെന്ന് പോലുമില്ല, അവിടെ തന്നെ അതിങ്ങനെ പിടിച്ചു നിൽക്കാം. എന്നാൽ മണ്ണെണ്ണയും വെള്ളവും അങ്ങനെയല്ല, അത് താഴത്തേക്ക് ഒഴുകും. അതില് മണ്ണെണ്ണ വെള്ളത്തിനേക്കാൾ നന്നായിട്ട് താഴത്തേക്ക് ഒഴുകും. അപ്പോ എന്തുകൊണ്ട് മണ്ണെണ്ണ ഏറ്റവും വേഗത്തിൽ ഒഴുകും? എന്തുകൊണ്ട് തേനിനേക്കാൾ വേഗത്തിൽ
വെള്ളമൊഴി. എന്താണ് കാരണം? എന്തായിരിക്കും കാരണം? ഈ 3 ദ്രാവകവും ശ്രദ്ധിച്ചുള്ള ആൾക്കാർക്ക് അതന്നെ തേനിന് എന്ത് കൂടുതലാ? ആ, തേനിന് കട്ടി കൂടുതൽ എന്ന് പറയുമ്പോ ശ്രദ്ധിക്കുക, തേൻ ഒരു സ്പൂണിൽ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോ താഴത്തേക്ക് വീഴാറുണ്ടല്ലോ, വീഴാറില്ലേ? വീഴും. പക്ഷെ അത് ഗ്ലാസ്സിലൂടെ ചലിക്കുന്നത് വളരെ കുറവാണ്, വേഗത്തിലാണ്, വളരെ കുറഞ്ഞ വേഗത്തിലാണ്. അപ്പോ എന്തുകൊണ്ട് തേൻ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇവിടെ ഉത്തരം പറഞ്ഞുട്ടാ, കട്ടി കൂടുതലാണെന്ന്. നമ്മൾ ഒന്നും കൂടി അതിലെ ഉള്ളിലേക്കൊന്നും ഇറങ്ങിച്ചില്ല. തേനിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ തേനിന്റെ തന്മാത്രകൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാ അല്ലേ? ആ, തേനിന്റെ തന്മാത്രകൾക്ക് എന്താണെന്നാ പറയണത്? തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനിന്റെ ഒരു തന്മാത്ര അതിന്റെ മറ്റൊരു തന്മാത്രയും തമ്മിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇത് കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ എന്ത് ചെയ്യില്ല, വിട്ടുകൊടുക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തന്മാത്ര പോകാൻ നിൽക്കുമ്പോൾ മറ്റേ തന്മാത്ര അതിനെ പിടിച്ചു വെക്കും. മനസ്സിലായില്ലേ? ആ, അതായത് ഒരു തന്മാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തന്മാത്ര എന്ന് പറയാൻ പറ്റില്ല, ലെയർ ആയിട്ടാണ് അത്ര ഇത് പോകുക, ലെയർ ആയിട്ട്. അതായത് ഏറ്റവും താഴത്ത് ഈ ഗ്ലാസുമ്മ നമ്മൾ ഒറ്റിക്കുമ്പോൾ ആ ഒറ്റിച്ച ഗ്ലാസുമ്മ തൊട്ടിരിക്കുന്ന അത് ഒരു ലെയർ, ഒരു നിര, അതിന്റെ മുകളില് വേറൊരു നിര, അതിന്റെ മുകളിൽ വേറൊരു നിര. അതായത് ഗ്ലാസ്സിൽ ഒറ്റിയിരിക്കുന്ന നിര ഏറ്റവും അടിയിൽ, അതിന്റെ മുകളിൽ വേറൊരു നിര, അതിന്റെ മുകളിൽ വേറൊരു നിര, അതിന്റെ മുകളിൽ വേറൊരു നിര. അങ്ങനെ നിരയായിട്ടാണ് ഈ തുള്ളികള് നമുക്ക് കാണുമ്പോൾ ഒരു ഉണ്ടയായിട്ടാണ് നമുക്ക് തോന്നുക, പക്ഷെ ഇത് ഒരു ഉണ്ടാന്ന് പറയുമ്പോൾ ഇത് നിരയായിട്ടാണ് ഉണ്ടാവുക എന്നാ പറയുന്നത്. അപ്പോ ഏറ്റവും താഴത്തെ നിര അവിടെ തന്നെ നിൽക്കും, മുകളിലത്തെ നിര എന്നിട്ട് അടുത്തേക്ക് നീങ്ങും, എന്നിട്ട് അതിന്റെ മുകളിലത്തെ നിര അതിന്റെ അപ്പുറത്തേക്ക് നീങ്ങും, എന്നിട്ട് അതിന്റെ മുകളിലത്തെ നിര അപ്പുറത്തേക്ക് നീങ്ങും. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് ഈ സാധനം മുന്നോട്ട് പോവുക. ഇത് ശ്രദ്ധിച്ചു നോക്കിയാലേ നമുക്കത് അറിയുള്ളൂ കേട്ടാ. നല്ല സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് നോക്കേണ്ടി വരും. മനസ്സിലായ? ആ, ഇപ്പൊ നിങ്ങൾ നല്ല മിനുസമുള്ള സ്ഥലത്തു കൂടെ നിങ്ങൾ നടക്കുക എന്ന് വിചാരിച്ചോ. കാല് ഉറപ്പിച്ച് നടത്താൻ പറ്റുമോ? നല്ല മിനുസമുള്ള സ്ഥലം, അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു എന്ന് വിചാരിച്ചോ. അപ്പൊ നടക്കുമ്പോഴെന്താ സംഭവിക്കുക? വഴിക്ക് പോവും അല്ലേ? ആ, എന്നാൽ നല്ല ഗ്രിപ്പുള്ള ഒരു ചെരുപ്പിട്ടിട്ടാ പോകണമെന്നുണ്ടെങ്കിലോ വഴിക്കില്ല. അപ്പൊ ഇവിടെ ഈ നിരകൾക്കിടയിൽ ശ്രദ്ധിക്കേട്ടാ, ഈ നിരകൾക്കിടയിൽ ഇത് തേനാണ്, തേനിന്റെ നിരകൾക്കിടയിൽ ഗ്രിപ്പ് കൂടുതലാണെന്നാ പറയണത്. എന്നാൽ വെള്ളത്തിന്റെ നിരകൾക്കിടയിൽ അത്രയ്ക്ക് എന്തില്ല, ഗ്രിപ്പില്ല. മണ്ണെണ്ണയാവുമ്പോഴോ ഗ്രിപ്പ് തീരല്ല. നമ്മൾ പറഞ്ഞു പരസ്പരം തന്മാത്രകൾ അല്ലെ, വെള്ളത്തിന്റെ തന്മാത്രയേക്കാൾ പരസ്പരം തന്മാത്രകൾ തമ്മിൽ ബലം കുറവാണ്, ആകർഷണം കുറവാണ് മണ്ണെണ്ണയ്ക്ക്. നമ്മൾ പറഞ്ഞു അല്ലെ, ഡെൻസിറ്റി കുറവായ കാരണം എന്ന് പറഞ്ഞു, ശരിയല്ലേ? ആ, അപ്പൊ തേൻ എന്ന് പറയുന്നത് ഭയങ്കര ഡെൻസിറ്റി കൂടിയതാ. അപ്പൊ അതിന്റെ തന്മാത്രകൾക്കിടയിൽ തമ്മിൽ നല്ല ബന്ധമുണ്ട്, അടുത്തടുത്ത ബന്ധമുണ്ട്. ആ, പോവാറായി. ആ, എപ്പോഴാ ക്ലാസ് ചേച്ചിക്ക്? എപ്പോഴാ? 7 മണിക്കല്ലേ? ആ, എന്നാ ശരി, കേറിക്കോട്ടെ കേട്ടാ. ആ, എന്നാ ഞാൻ വീഡിയോ ഇട്ടരാം. ഇത് കഴിഞ്ഞു, കുറച്ചും കൂടി ഉള്ളു, ഒരു 5 മിനിറ്റ് കൂടി ഉണ്ടാവുള്ളൂ കേട്ടാ. അപ്പോ നോക്കുക, ഇവിടെ ഈ ശ്രദ്ധിച്ചു കേൾക്കത്, ഇതിന്റെ ലെയറുകൾക്കിടയിലുള്ള ഘർഷണം എന്നാ പറയാ നമ്മൾ ഇതിന്റെ മലയാളത്തില്. അതായത് ഇവിടെ നമ്മൾ പറയാ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഗ്രിപ്പ്, അല്ലെങ്കിൽ എന്താ നമ്മൾ പറയാ ഘർഷണത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ, നമ്മള് ഫ്രിക്ഷൻ എന്നാ പറയാ, നമ്മള്
ഫ്രിക്ഷൻ അല്ലെ? ഫ്രിക്ഷണൽ ഫോഴ്സ് പഠിച്ചിട്ടില്ലേ നിങ്ങള്? ആ കാറിന്റെയും ബൈക്കിന്റെയും ഒക്കെ ടയർ വല്ലാണ്ട് തേയുമ്പോ മാറ്റും. എന്തിനാ? ഗ്രിപ്പ് തേഞ്ഞു പോയി. ഗ്രിപ്പ് തേഞ്ഞു പോയ എന്താ കുഴപ്പം? ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല. ബ്രേക്ക് പിടിച്ചാൽ കിട്ടണമെങ്കിൽ ഗ്രിപ്പ് കിട്ടണം, വേണ്ടേ? അപ്പൊ ആ ഗ്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ടയർ പുതിയതിടും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഗ്രിപ്പ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ടയർ പുതിയതിടണം. നമ്മുടെ ചെരുപ്പ് തന്നെ തേഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കുറെ കഴിയുമ്പോൾ മാറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രിപ്പ് കിട്ടില്ല. ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് ഘർഷണബലം. അപ്പൊ ബ്രേക്ക് പിടിച്ചാൽ കാർ നിൽക്കുന്നതിന് കാരണം എന്ത്? ഘർഷണബലം അല്ലേ? എന്താ? ഫ്രിക്ഷണൽ ഫോഴ്സ്. അതാണ് അതിന്റെ കാരണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിന്റെ ഇടയിൽ കണ്ട, ഇതിന്റെ ലെയറുകൾ മാഷ് വരച്ചേ കണ്ടില്ലേ? ഇതിന്റെ ആ ലെയറുകൾക്കിടയിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിന് കൂടുതലാണ്. ഇതിനൊക്കെ വെള്ളത്തിനും മണ്ണെണ്ണയ്ക്കും അതെന്താ? കുറവാണ്. അപ്പൊ എന്താണ് തേനിന്റെ പ്രത്യേകത? എന്താ? അതായത് അതിന്റെ ദ്രവ പടലങ്ങൾ എന്നാ പറയാ. അതായത് ഓരോ ലെയറുകള് ദ്രവപടലങ്ങൾക്കിടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലാണ്. എങ്ങനെ? ഒരു മിനിറ്റ് ഞാൻ പറയാം. ദ്രവപടലം, നിങ്ങൾ മീഡിയം ഇംഗ്ലീഷിൽ പടലം എന്ന് പറയണ്ട, ഞാൻ പറയാം. എന്താ അതിന്റെ ബിറ്റ്വീൻ ഡിഫറൻസ് ലെയേഴ്സ്, ലെയർ അങ്ങനെ പറഞ്ഞാൽ മതി. എന്താ ലെയർ? ലെയർ. നിങ്ങൾ ദ്രവപടലം എന്ന് പറയണ്ട, എന്താ ലെയർ? ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ലെയേഴ്സ് ഈസ് മോർ അല്ലെ? എന്താ പറയാ നമ്മള്? ഫോഴ്സ് ബിറ്റ്വീൻ ലെയേഴ്സ് ഈസ് മോർ. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ലെയറുകൾ തമ്മിലിങ്ങനെ തെന്നിപ്പോവാണ് ചെയ്യേണ്ടത്. ആ തെന്നിപ്പോകണത് ഇല്ലാതെയാവും എന്നാ പറഞ്ഞത്. ലെയറുകൾ തമ്മിലിങ്ങനെ വഴുക്കിയിട്ട് ഇങ്ങനെ പോകണം. ആ വഴുക്കിയിട്ട് പോണത് അവിടെ ഇല്ലാതെയാവും. മനസ്സിലായ? അതായത് ഇവിടെ ആ റിലേറ്റീവ്, അപ്പൊ ആ തെന്നി പോകുന്നതിന് നമ്മൾ പറയാം റിലേറ്റീവ് മോഷൻ. കേട്ടാ? റിലേറ്റീവ് മോഷൻ അഥവാ ആപേക്ഷിക ചലനം. അതായത് ഈ ഏറ്റവും താഴത്ത് ചില്ലുമ്മ പറ്റി പിടിച്ചിരിക്കുന്ന ഭാഗം അവിടെ തന്നെ പറ്റി പിടിച്ചിരിക്കും. അതിന്റെ മുകളിലത്തെ ഭാഗം എന്നിട്ട് വഴുക്കിയിട്ട് അങ്ങോട്ട് പോകണം. പക്ഷെ ഈ മുകളിലത്തെ ഭാഗത്തിനെ താഴത്തെ ഭാഗം പിടിച്ചു നിർത്തുക. അങ്ങനെ ഇതിനെ പിടിച്ചു നിർത്തുന്നതും, അതായത് തേനിന്റെ ലെയറിനെ പിടിച്ചു നിർത്തുന്നതും വെള്ളത്തിന്റെ ലെയറിനെ പിടിച്ചു നിർത്തുന്നതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ്ട, ആരാണ് അവിടെ കൂടുതൽ ശക്തിയായിട്ട് പിടിച്ചു നിർത്തുന്നത്? തേനാണോ തേൻ? അതാണ് ആ സാധനം. അതായത് തേനാണ് കൂടുതൽ ശക്തിയായിട്ട് അതിനെ പിടിച്ചു നിർത്തുന്നത്. ശ്രദ്ധിക്കണ്ട. അതായത് ആപേക്ഷികമായിട്ട് നമ്മൾ നോക്കും, അതായത് തേനിനെയും വെള്ളത്തിനെയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അവിടെ റിലേറ്റീവ് ഫോഴ്സ് കൂടുതൽ ആർക്കാണ്? അവയ്ക്കിടയിൽ റിലേറ്റീവ് ഫോഴ്സ് കൂടുതൽ ആർക്കാ? തേനിനാണ്. മനസ്സിലായ? അപ്പോ തേനിന് കൂടുതലായതുകൊണ്ട് തന്നെ റിലേറ്റീവ് ഫോഴ്സ് കൂടുതലുള്ളതിൽ റിലേറ്റീവ് മോഷൻ കുറവായിരിക്കും. അതായത് ആപേക്ഷിക ചലനം കുറവായിരിക്കും. എന്ന് വെച്ചാൽ തേനിന്റെ മുകളിലത്തെ തേനിന്റെ ലെയറുകൾ എടുക്കുമ്പോൾ തേനിന്റെ ഒരു ലെയറിന്റെ മുകളിലുള്ള ലെയർ ചലിക്കുന്നതിനേക്കാൾ വേഗത്തിൽ വെള്ളത്തിന്റെ ലെയറുകൾ എന്ത് ചെയ്യും? ചലിക്കും. മനസ്സിലായോ? തേനിന്റെ ലെയറുകൾ ചലിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ആര് ചലിക്കും? വെള്ളത്തിന്റെ ലെയറുകൾ. എന്ന് വെച്ചാൽ തേനിന്റെ പടലം, ലെയർ എന്നുള്ളതിനെ പടലം എന്നാണ് മലയാളത്തിൽ പറയാം. മനസ്സിലായോ? ലെയർ മാഷ് ഇവിടെ പറിച്ചു കണ്ടില്ലേ? ഇത് നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരു തുള്ളിയാണ്, പക്ഷെ ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അത് തുള്ളി നമ്മള് ഒരു ഗ്ലാസ് മുറ്റിക്കുമ്പോ അത് ഇങ്ങനെയാണ് നിൽക്കുക. കണ്ടാ? ഗ്ലാസ് മുറ്റിക്കുമ്പോഴേ ആ തുള്ളി ഇങ്ങനെയാണ് നിൽക്കുക. അപ്പൊ അതിങ്ങനെ ലെയറുകളായിട്ട് എടുക്കുമ്പോ കണ്ടാ
ഈ താഴത്തുള്ള ലെയറിന്റെ മുകളിലുള്ള ലെയർ എന്ത് ചെയ്യണം? വഴുക്കിയിട്ട് മുന്നോട്ട് പോകണം. ആ വഴുക്കിയിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള കഴിവ് കുറവാണ് താനിന്. വെള്ളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവ് കേട്ടാ. പോവില്ല എന്നല്ല, വെള്ളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവ്. വെള്ളത്തിനേക്കാൾ കൂടുതലാണ് ആർക്ക്? കെറോസിൻ. അപ്പോ ശ്രദ്ധിക്കുക, എന്താണ്? താനിനേക്കാൾ കൂടുതലാണ്, ഹണിനേക്കാൾ കൂടുതലാണ് വെള്ളത്തിന്, വെള്ളത്തിനേക്കാൾ കൂടുതലാണ് കെറോസിന്. മനസ്സിലായ? അതായത് നമ്മളിവിടെ താരതമ്യം ചെയ്യുമ്പോൾ എല്ലാ ദ്രാവകങ്ങൾക്കും ഒരുപോലെയല്ല. ഒരു ദ്രാവകത്തിനേക്കാൾ മറ്റേ ദ്രാവകത്തിന് കൂടുതലാകുന്നു, ചില ദ്രാവകത്തിന് കുറവാകുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് റിലേറ്റീവ് മോഷൻ എന്നാ പറയുന്നത്. എന്താ പറയുന്നത് നമ്മള്? റിലേറ്റീവ് മോഷൻ അഥവാ ആപേക്ഷിക ചലനം. എന്താ പറയാ നമ്മള്? ആപേക്ഷിക ചലനം. ആപേക്ഷിക ചലനം അപ്പൊ കൂടുതൽ ആർക്കാ? പറയൂ. മണ്ണെണ്ണ, കെറോസിൻ. ആപേക്ഷിക ചലനം കുറവാർക്കാ? ഹണിക്ക്. അപ്പൊ എന്താ പ്രത്യേകത ഒന്ന് പറഞ്ഞ? ഹണിക്ക് എന്താ പ്രത്യേകത? അത് നിർത്തും. അതായത് അതിനെന്താ പറയൂ? റിലേറ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ് മോഷൻ. റിലേറ്റീവ് മോഷൻ കൂടുതലാണോ കുറവാണോ ഹണിക്ക്? റിലേറ്റീവ് മോഷൻ കൂടുതലാണോ കുറവാണോ? ഒന്നുകൂടി പറയാം, അവസാനിപ്പിക്കുകയാണ് നമ്മള്. റിലേറ്റീവ് മോഷൻ. വിസ്കോസിറ്റി കൂടുതലാണ്. ഇതിനൊരു പേരുണ്ട്, ഈ പ്രതിഭാസത്തിനൊരു പേര് നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്താണ് പേര്? വിസ്കോസിറ്റി. ഇംഗ്ലീഷിലും മലയാളത്തിലും വിസ്കോസിറ്റി തന്നെയാണ് കേട്ടാ. എന്താണ് ഇതിന്റെ പേര്? വിസ്കോസിറ്റി. കേൾക്കണ്ട? അപ്പൊ വിസ്കോസിറ്റി കൂടുതൽ ആർക്ക്? ഇവിടെ മണ്ണെണ്ണ, വെള്ളം, തേൻ. ഇതില് വിസ്കോസിറ്റി കൂടുതൽ ആർക്ക്? തേൻ. വിസ്കോസിറ്റി കുറഞ്ഞത് ആർക്ക്? ഹണി, കെറോസിൻ. ശരിയല്ലേ? അപ്പൊ വിസ്കോസിറ്റി കൂടിയതിനെ നമ്മൾ പറയും വിസ്കസ് ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. എന്താ പറയാ നമ്മള്? വിസ്കസ് ഫ്ലൂയിഡ്. വിസ്കോസിറ്റി വിസ്കോസിറ്റി കൂടിയതിനെ. കേൾക്കണ്ട? വിസ്കോസിറ്റി കൂടിയതിനെ എന്താ പറയാ നമ്മള്? വിസ്കസ് ഫ്ലൂയിഡ് അഥവാ വിസ്കസ് ദ്രവം. അപ്പൊ വിസ്കോസിറ്റി കുറഞ്ഞതിനെയോ? വിസ്കോസിറ്റി കുറഞ്ഞതിനൊരു പേരുണ്ട്, മൊബൈൽ ഫ്ലൂയിഡ് എന്ന് വിളിക്കും നമ്മള്. എന്താ വിളിക്കുക നമ്മള്? മൊബൈൽ ഫ്ലൂയിഡ് അഥവാ മൊബൈൽ ലിക്വിഡ്, അങ്ങനെ വിളിച്ചാലും മതി. മൊബൈൽ ഫ്ലൂയിഡ് അഥവാ എന്താ? മൊബൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിളിക്കണ സാധനത്തിന് മാത്രമല്ല മൊബൈൽ എന്ന് പറയാം. മനസ്സിലായ? മൊബൈൽ എന്ന് പറഞ്ഞാൽ ചലിക്കുക എന്നാണ് അർത്ഥം കേട്ടാ. മൊബൈൽ ലിക്വിഡ്സ്, മൊബൈൽ ലിക്വിഡ്സ് അങ്ങനെ വിളിക്കാം. മൊബൈൽ ലിക്വിഡ്സ്. വിസ്കോസിറ്റി കുറഞ്ഞതിനെ മൊബൈൽ ലിക്വിഡ്സ് എന്നും വിസ്കോസിറ്റി കൂടിയതിനെ വിസ്കസ് ലിക്വിഡ് എന്നും പറയും. അപ്പോ മണ്ണെണ്ണ, വെള്ളം, തേൻ, ഇതില് വിസ്കസ് ഫ്ലൂയിഡ് ഏതാ പറയൂ? തേൻ. ഇനിയോ മൊബൈൽ ഫ്ലൂയിഡ് ഏതാ? കെറോസിൻ. ഓക്കെ, ഇത്രയും പറഞ്ഞു മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ പോകട്ടെ. ശ്രദ്ധിക്കൂ. അതായത് ഒരു ദ്രാവകം, ലിക്വിഡ് ഒരു പാത്രത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിങ്ങനെ എത്ര ശ്രമിച്ചിട്ടും, അല്ലെങ്കിൽ അത് നോക്കട്ടാ, അല്ലെങ്കിൽ വേണ്ട, ഇതന്നെ നമ്മൾ വെച്ചു നോക്കട്ടാ. ഒരു ഗ്ലാസ് ഇങ്ങനെ ചെരിച്ചു വെച്ചു, എന്നിട്ട് അതില് തേൻ മാത്രം വെച്ചു, തേൻ മാത്രം വെച്ചു. ശ്രദ്ധിക്കണ്ട, ഇതില് മണ്ണെണ്ണ മാത്രം ഒറ്റിച്ചു. അപ്പോ രണ്ട് ചില്ലിങ്ങനെ ചെരിച്ചു വെച്ചു. ഇതില് മണ്ണെണ്ണ മാത്രം വെച്ചു, ഇതില് തേൻ മാത്രം വെച്ചു. ഏതാ ആദ്യം സ്പീഡിൽ ഉരുണ്ടു വരിക? സംശയമില്ലല്ലോ. മണ്ണെണ്ണ. ഇനി നമ്മൾ ഇതില് തേൻ ഒറ്റിക്കുന്നതിന് മുൻപ് തേൻ സ്വല്പം ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇതിൽ ഒറ്റിച്ചു എന്ന് വിചാരിച്ചു.
തേനൊന്ന് ചൂടാക്കി. എന്നിട്ടാണ് ഇതിൽ ഒറ്റിച്ചു വെച്ചോ. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? മണ്ണെണ്ണ ഒഴുകുന്നതിനെക്കാട്ടി വേഗത്തിൽ ചിലപ്പോൾ ആരൊഴുകും? തേനൊഴുകും. അപ്പോ വിസ്കോസിറ്റി കളയാനുള്ള മാർഗം എന്താ? ചൂടാക്കുക. അതന്നെ. താപനില വർദ്ധിക്കുമ്പോൾ ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയും എന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിലുള്ളത്. ഇത് പറഞ്ഞു മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പൊ ഇതൊന്ന് ഞാൻ ജസ്റ്റ് ആ ടെക്സ്റ്റ് ബുക്കിലത്തെ ഭാഗം ഒന്ന് വായിക്കാട്ടാ. നേരം ഉണ്ടാവോ? മലയാളം മീഡിയംകാർ മലയാളം ബുക്ക് എടുത്ത് കൈ പിടിക്കുക. ഇംഗ്ലീഷ് മീഡിയംകാർ ഇംഗ്ലീഷ് ബുക്ക് എടുത്ത് കൈ പിടിക്കുക. ഞാൻ എന്തായാലും ഇവിടെ പ്രസന്റ് ചെയ്തിട്ട് ഞാൻ വായിക്കാം. ഇതാടാ, കാണാല്ലേ നിങ്ങക്ക്? ഇവിടെ 2 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. കണ്ട, വാട്ടറും മെർക്കുറിയും. ഈ വാട്ടറും മെർക്കുറിയും നോക്കുക കേട്ടാ. അതില് വാട്ടറിൽ നമുക്ക് കേശിക ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ഇനി ആ ട്യൂബിലൊന്ന് നോക്കി നോക്കിയേ, എന്തേലും പ്രത്യേകത ഉണ്ടോ? അതില് ദ്രാവകത്തിന്റെ ഷേപ്പ് കാണിക്കുമ്പോ എന്താ പ്രത്യേകത? വെള്ളത്തിന്റെ അടിയിലേക്ക് വളഞ്ഞിട്ടാ നിൽക്കണത്. മെർക്കുറിയുടെയോ മോളിലേക്ക് വളഞ്ഞിട്ടാ നിൽക്കണത്. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വെറുതെ 2 പാത്രം തന്നു. ഇങ്ങനെ ശ്രദ്ധിക്കുക നോക്കട്ടാ. വെറുതെ 2 പാത്രം തന്നു. ഞാൻ ഇവിടെ കാണാല്ലേ, ബോർഡ് കാണാല്ലേ? ഇങ്ങനെ ഒരു ടെസ്റ്റ് ട്യൂബ് തന്നു. എന്നിട്ട് പറയണേ, ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇതാ ഇങ്ങനെ ഒരു ദ്രാവകം ഇരിക്കുന്നു, ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇതാ ഇങ്ങനെ ഒരു ദ്രാവകം ഇരിക്കുന്നു. ഇതില് ഒന്ന് മെർക്കുറിയാണ്, ഒന്ന് വാട്ടറാണ്. ഏതാണ് മെർക്കുറി എന്ന് പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും മെർക്കുറി? ഒന്നായിരിക്കും, രണ്ടായിരിക്കും? മെർക്കുറി ഏതാണെന്നാണ് ചോദ്യം. ഏതാ? ഒന്നുകൂടി പറഞ്ഞ ക്ലിയർ ആയില്ല. രണ്ടാമത്തെ. എന്താ കാരണം ചോദിച്ചാല് ശ്രദ്ധിക്കുക. ഈ ദ്രാവകത്തിന്റെ ഒരു പ്രത്യേകത കണ്ട, മെർക്കുറി കണ്ട ഇതിന്റെ തന്മാത്രമേ പിടിക്കാതെ അതിലേക്ക് തന്നെ ഒതുങ്ങുകയാണ്. ചേമ്പിന്റെ ഇലയിൽ വെള്ളം ഒഴിച്ചാൽ ഉണ്ടാകുന്നത് പോലെ. എന്നാൽ വെള്ളം അങ്ങനെയല്ല. വെള്ളം കണ്ട അതിന്റെ പൈപ്പിന്റെ തന്മാത്രമേലേക്ക് സൈഡിൽ ഇങ്ങനെ പിടിച്ച് കയറാൻ നോക്കുക. മനസ്സിലായ? അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. ഇനി അപ്പൊ ഇത് കണ്ടാ തിരിച്ചറിയണം കേട്ടോ. അപ്പൊ മെർക്കുറിയും വെള്ളം കണ്ട ആ വളവ് നമുക്ക് അറിയണം, മനസ്സിലാവണം കേട്ടോ. ഇനി വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ ലെവൽ ഇൻ കാപ്പിലറി ട്യൂബ്? കാപ്പിലറി ട്യൂബില് വാട്ടർ ലെവൽ എന്താ സംഭവിക്കുന്നത്? കൂടുന്നു അല്ലേ? എന്താ? ഇറ്റ് റൈസസ്. എന്താ പറയാ നമ്മൾ എവിടെ എഴുതേണ്ടത്? നിങ്ങൾ എന്താ നോട്ട് ടെക്സ്റ്റ് ബുക്കിൽ എവിടെ എന്താ എഴുതേണ്ടത്? പറയൂ. ഇറ്റ് റൈസസ്. RAIS. ഇറ്റ് റൈസസ്. ഡാം. The rising water of tube against gravitation or against weight of water is known as capillary rise. അതൊക്കെ മാഷ എഴുതി തരാട്ടാ. കാപ്പിലറി റൈസ് എന്താണെന്നാണ് പറയുന്നത്. അതെ, കാപ്പിലറി റൈസ് ഒക്കർ ഇൻ മെർക്കുറി ആസ് വെൽ. എന്താ സംഭവിക്കുന്നത്? അവിടെ
മെർക്കുറിയിൽ ഉയരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ദ ഡിപ്രഷൻ ഓഫ് ലിക്വിഡ് ട്യൂബ് ഈസ് കാപ്പിലറി ഡിപ്രഷൻ. അതിന് വിളിക്കുന്ന പേര് കാപ്പിലറി ഡിപ്രഷൻ. അപ്പൊ എന്താണ് കാപ്പിലാരിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇതൊക്കെ ഞാൻ നോട്ട് തരാട്ടാ. ഇനി കടാ കുറച്ച് ഇൻസെക്റ്റുകൾ കടാ ഇവിടെ വെള്ളത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ സം ഇൻസെക്ട് ഏബിൾ ടു മൂവ് അലോങ് ദ സർഫേസ് ഓഫ് വാട്ടർ. അതുപോലെ വൈ ഡസ് പേപ്പർ ക്ലിപ്പ് റിമെയിൻ ഫ്ലോട്ട് ദ സർഫേസ് കടാ. ഈസ് ലിക്വിഡ് സർഫേസ് സ്ട്രക്ചർഡ് ലൈക്ക് എ മെംബ്രെയിൻ. അല്ലെ, ലിക്വിഡ് സർഫേസ് ഒരു പ്രതലം പോലെ പ്രവർത്തിക്കുന്നുണ്ടോ? അല്ലേ, കണ്ട ഈ പ്രാണി വെള്ളത്തിൽ കാല് വെക്കുമ്പോ ആ ഭാഗത്ത് കണ്ട അങ്ങനെ താന്ന് ഒരു റബ്ബർ എന്താ പറയാ ഒരു ബലൂൺ ഇങ്ങനെ ഗ്ലാസ്സും ആക്കിയിട്ട് താത്തിയ പോലല്ലേ? പൊട്ടിയ ബലൂൺ നമ്മൾ എന്തെങ്കിലും ഒരു ഗ്ലാസ്സും ഇങ്ങനെ വലിച്ചിട്ട് അയിമങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഒരു ചെണ്ട പോലെ കിട്ടും അത്. താത്തി കഴിഞ്ഞാൽ ഇത് അതുപോലെയല്ലേ ഇപ്പൊ വെള്ളം. അപ്പൊ അത് എന്താ കാരണം? അത് സർഫേസ് ടെൻഷൻ ആണ് അതിന് കാരണം. എല്ലാത്തിനും കാരണം എന്താണ്? സർഫേസ് ടെൻഷൻ. എന്താണ് സർഫേസ് ടെൻഷൻ? ഇന്ന് ഇന്ത്യ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കണ്ട. സർഫേസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രതലബലം കേട്ടാ, പ്രതലബലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അത് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾ ഓഫ് സെയിം ടൈപ്പ് ഈസ് കോൾഡ് കോഹസീവ് ഫോഴ്സ്. കോഹസീവ് ഫോഴ്സ് എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ when the midrib of the coconut tree leaf are dripped in water and taken out, water is sticking. അത് ഒന്നുമല്ല, ഈർക്കിലി എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയാലേ ഈർക്കിലിമ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം ഇല്ലേ? അതുപോലെ പീസ് ഓഫ് ചോക്ക് എടുത്തിട്ട് നമ്മൾ ബ്ലാക്ക് ബോർഡും അങ്ങനെ എഴുതാൻ പറ്റുന്നു. എന്താ കാരണം? ഇപ്പൊ ഞാൻ ഈ പേന കൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റുന്നു. എന്താ കാരണം? ഈ പേനലത്തെ മഷി ബോർഡുമ പറ്റി പിടിച്ചിരിക്കുന്നതാണ് കാരണം അല്ലേ? അതുപോലെ ചോക്കും ബോർഡുമ പറ്റി പിടിച്ചിരിക്കുന്നു. അതുപോലെ കറൻസി നോട്ട് ഇടുമ്പോൾ വിരലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുക്കുന്നു. എന്തിനാ? അപ്പോഴത് പറ്റി പിടിക്കുന്നു നോട്ടുമേ. അതിനെ നമ്മൾ പറയുന്ന പേരാണ് അട്രാക്ഷൻ. കണ്ട, അഡ്ഹസീവ് ഫോഴ്സ് ഈസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പൊ അഡ്ഹസീവ് ഫോഴ്സിന് ഉദാഹരണങ്ങളാണ് ഇപ്പൊ ഈ മുകളിൽ എഴുതിയത്. എന്താ? ഈർക്കിലി വെള്ളത്തിൽ മുക്കുമ്പോൾ വെള്ളം പറ്റി പിടിക്കുന്നു. ചോക്ക് കൊണ്ട് ബോർഡും എഴുതുമ്പോൾ ബോർഡുമേ എഴുത്തു വരുന്നു. പിന്നെ കറൻസി നോട്ട് ഇടുമ്പോൾ വെള്ളത്തിലേക്ക് നമ്മൾ കൈമുക്കുന്നു. ഇതൊക്കെ അഡ്ഹസീവ് ഫോഴ്സിനുള്ള ഉദാഹരണങ്ങളാണ്. ഓക്കെ, കുറച്ചും കൂടി ഒന്ന് പറയണ്ട. ഞാൻ ഒരു കാര്യം ചെയ്ത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്ന് ജസ്റ്റ് വായിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രി എടുക്കാം കേട്ടാ. ഇതൊന്ന് വായിച്ചു നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കൂ കേട്ടാ. എന്നിട്ട് കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കും, മാഷ് നോട്ട് തരാം കേട്ടാ. തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുക. Thank you, sir. Okay.